ഹായ് നമസ്കാരം. അപ്പം നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇൻഡക്ഷൻ മോട്ടോർ കൺട്രോൾ എന്ന ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡക്ഷൻ മോട്ടോർ കൺട്രോൾ. അപ്പോൾ ഈ ലാബിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ DOL സ്റ്റാർട്ടർ, സ്റ്റാർട്ടർ. അത് നമ്മൾ ഒരുപാട് വയറിങ് ഉപയോഗിച്ച് ചെയ്തായിരുന്നു, ഓർക്കുന്നില്ലേ? ഒരുപാട് വയറിങ് ആയിരുന്നു അതിനകത്ത് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് PLC വെച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ PLCൻ്റെ ഞാൻ പറഞ്ഞിരുന്നു, PLCൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വയറിങ് 80% കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറൊക്കെ നിങ്ങൾ ചെയ്ത് അവിടെ കാണാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് വയറിങ് ആണ് അതിനകത്ത്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ടറിൽ കണ്ടമാനം വയറിങ് ആണ്. അപ്പോൾ ആ വയറിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, PLC പ്രോഗ്രാമിലേക്ക് ആ വയറിങ് എല്ലാം PLC പ്രോഗ്രാം ചെയ്യാണ്. അപ്പോൾ ആ വയറിങ് ഒക്കെ എന്ത് ചെയ്യാണ്, ആ PLC പ്രോഗ്രാമിലേക്ക് വരും. വയറിങ് ചെയ്ത ഭാഗങ്ങളൊക്കെ പ്രോഗ്രാമിലേക്ക് വരും. പിന്നെ മോട്ടറിലേക്കുള്ള ആ ഒരു 2-3 വയർ മാത്രമേ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുള്ളൂ PLC വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത്രയും വയർ, അത് 80% ഇപ്പം വയറിങ് കുറയ്ക്കുകയാണ് ഇവിടെ. അപ്പോൾ അതാണ് PLCൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരു ഒറ്റ മോട്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു PLC വെക്കാൻ പറ്റില്ല, കാരണം PLC കോസ്റ്റ്ലി ആണ്. അങ്ങനെ പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ ഒരുപാട് വലിയ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ PLC ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡക്ഷൻ മോട്ടോർ വെച്ച് DOL സ്റ്റാർട്ടറും അതേപോലെ സ്റ്റാർട്ടർ എക്സാമിന് ചോദിക്കും, 8 മാർക്കിന് ചോദിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് DOL സ്റ്റാർട്ടർ നോക്കാം. DOL സ്റ്റാർട്ടർ. ഓക്കെ. അപ്പോൾ DOL സ്റ്റാർട്ടർ നമുക്കറിയാം എന്താണ്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ് അല്ലേ? ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ്. ഓക്കെ. അപ്പോൾ ഈ ലാബിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീകളക്ട് ചെയ്യുക. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്തത് അല്ലേ, അതിൻ്റെ എന്തായിരുന്നു സംഭവം എന്നൊക്കെ ഉള്ളത് ഒന്ന് ഓർത്ത് നോക്കുക. DOL സ്റ്റാർട്ടർ എങ്ങനെയാണ്, ആ പച്ച ഗ്രീൻ എന്ന് പറയുന്ന സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റാർട്ടാവുകയാണ്. പിന്നെ നമ്മളവിടെ കൈ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് കൈയെടുത്ത് ഓട്ടൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡ് പ്രസ് ബട്ടൺ ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. ഇതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നാലും മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിനകത്തൊരു കൺട്രോൾ ഡയഗ്രം ഉണ്ട്, അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്. കാരണം നമ്മളൊരു സ്വിച്ച് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ബൾബ് ഓൺ ആക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്തിടുമ്പോഴാണ് ലൈറ്റ് ഓൺ ആവുന്നത്. അത് ഓഫ് ചെയ്യുമ്പോൾ അല്ലേ ലൈറ്റ് ഓഫ് ആവും. പക്ഷെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കറിയാം, ആ ബൾബ് സ്വിച്ച് ഓൺ പൊസിഷനിലേക്ക് ഇട്ട് വെക്കുവാണ്. എപ്പോഴും അത് ഓൺ പൊസിഷനിലേക്ക് ഇട്ട് വെക്കുമ്പോഴാണ് ബൾബ് ഓൺ ആയിരിക്കുന്നത്. പിന്നെ അത് ഓഫ് പൊസിഷനിലേക്ക് ആക്കുമ്പോൾ ബൾബ് ഓഫായി പോവുകയാണ് അല്ലേ. ഒരു സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ സ്റ്റാർട്ടറിലൊക്കെ പുഷ് ബട്ടൺസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഒരു സ്വിച്ച് അല്ലെങ്കിൽ അത് ഡബിൾ പോൾ സ്വിച്ച് അല്ല അതിനകത്ത് ഉപയോഗിക്കുന്നത്. എന്താണ്, പുഷ് ബട്ടനാണ്. അത് ജസ്റ്റ് പ്രസ് ചെയ്യുകയേ വേണ്ടൂ, അല്ലാതെ നമ്മൾ കൈ അവിടെ പിടിച്ച് നിൽക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊരു സ്വിച്ച് ഓൺ ആക്കി ഇടുകയല്ല ചെയ്യുന്നത്, പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആവുകയും പിന്നെ അടുത്തൊരു പ്രസ്സിൽ അത് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പ്രസ് ചെയ്യുമെന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് സ്വിച്ച് നമ്മൾ കൈ എടുക്കുമ്പോൾ സ്വിച്ച് നോർമൽ പൊസിഷനിലേക്ക് വരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. കുറച്ച് നമുക്കത് അറിയണം, അതെങ്ങനെയായിരിക്കും അതങ്ങനെ വരുന്നത്, സംഭവിക്കുന്നത്. നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ മോട്ടോർ ഓഫായി പോകാത്ത എന്തുകൊണ്ടാണ്? അതേപോലെ എന്തെങ്കിലും ഫാൾട്ട് വരുമ്പോൾ എങ്ങനെയാണ് മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നത് അല്ലേ? റെഡ് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റോപ്പ് ആവുന്നത്? അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയണം. അതിനുവേണ്ടി നമുക്കൊരു കൺട്രോൾ ഡയഗ്രം ഉണ്ട്. കൺട്രോൾ ഡയഗ്രത്തിലൂടെ അത് പറയാൻ പറ്റും, കൺട്രോൾ ഡയഗ്രം എന്ന് പറയും. അപ്പോൾ ഈ DOL സ്റ്റാർട്ടറിന് ഒരു കൺട്രോൾ ഡയഗ്രം ഉണ്ട്. ഓക്കെ. ആ കൺട്രോൾ ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കൺട്രോൾ ഡയഗ്രം നമ്മൾ റിയൽ ആയിട്ട് എന്ത് ചെയ്യും, വയറിങ് ചെയ്യും. റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ അത് വയറിങ് ചെയ്യും, വയർ ഉപയോഗിച്ചിട്ട് തന്നെ വയർ ചെയ്യും. പക്ഷെ നമ്മൾ PLC പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ വയറിങ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, പ്രോഗ്രാമിലേക്ക് മാറ്റും. വയറിങ് മൊത്തം വിർച്വലായിട്ട്, അതായത് പ്രോഗ്രാമിലൂടെ ചെയ്യും. റിയൽ ആയിട്ടുള്ള വയർ ഉണ്ടാവില്ല. അവസാനം മോട്ടറിലേക്കുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ, ഏത് വയറായിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ പ്രോഗ്രാമിലാണ് ചെയ്ത് വെക്കുന്നത്, ബാക്കിയുള്ള വയറിങ് മൊത്തം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺട്രോൾ ഡയഗ്രം നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺട്രോൾ ഡയഗ്രം. ഇതിനകത്ത് വരുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PLC ലാഡർ പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ കൺട്രോൾ ഡയഗ്രം എന്ന് പറയുമ്പോൾ ഒറ്റ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ അത് പറയാം, അല്ലാതെ നമ്മൾ വയറിംഗ് ഡയഗ്രം പോലെ, വയറിംഗ് സർക്യൂട്ട് പോലെ എല്ലാ വയേഴ്സും കാണിക്കില്ല. ഒരു സിംഗിൾ ലൈൻ ഡയഗ്രം പോലെയാണ് കാണിക്കുക.
അപ്പോൾ ഇത് സപ്ലൈ, ഓക്കെ, സപ്ലൈ. പിന്നെ അതിനകത്തുണ്ട് ഒരു MCB ഉണ്ടാവും അല്ലേ, ഒരു മെയിനായിട്ടുള്ളൊരു മെയിൻ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് പിന്നെ നേരെ ഇത് കയറുന്നത് സ്റ്റോപ്പ് ബട്ടണിലേക്കാണ്. സ്റ്റോപ്പ് ഇങ്ങനെയാണ് നമ്മൾ അല്ലേ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും, ഇതാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അല്ലേ, സ്റ്റാർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മോട്ടോർ ഓൺ ആകുന്നത്, സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മോട്ടോർ ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എപ്പോഴും സ്റ്റോപ്പ് ബട്ടൺ സ്റ്റാർട്ട് ബട്ടണും നമ്മൾ പറയുക പുഷ് ബട്ടൺ സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ അതെന്താവുള്ളൂ, കോണ്ടാക്റ്റ് ക്ലോസ് ആവുള്ളൂ. കൈയെടുത്ത സമയത്ത് റിലീസ് ആകുമ്പോൾ കോണ്ടാക്റ്റ് ഓപ്പൺ ആവും. അപ്പോൾ സ്റ്റോപ്പ് ബട്ടണായിട്ട് ഉപയോഗിക്കുന്ന എപ്പോഴും നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ചാണ് ഉപയോഗിക്കുക. നോർമലി ക്ലോസ്ഡ് ഏത് സ്റ്റോപ്പ് ബട്ടന് വേണ്ടി ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് ബട്ടന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നപ്പോൾ നോർമലി ഓപ്പൺ ആയിരിക്കും. അപ്പോൾ പുഷ് ബട്ടൺ സ്വിച്ച് 2 ടൈപ്പാണ് ഉള്ളത്, നോർമലി ക്ലോസും നോർമലി ഓപ്പണും. ഇപ്പോൾ നോർമലി ക്ലോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നോർമൽ സമയത്ത് ക്ലോസ് ആയിരിക്കും, അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതെന്താവും, ഓപ്പൺ ആവും. നോർമലി ഓപ്പൺ എന്ന് പറയുന്ന സ്വിച്ച് എങ്ങനെയാണ്, നോർമൽ സമയത്ത് അത് ഓപ്പൺ ആയിരിക്കും, അതേപോലെ നോർമൽ സമയത്ത് അത് ഓപ്പൺ ആയിരിക്കും. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താവും, പ്രസ് ചെയ്യുന്ന സമയത്താണ് എന്താവുന്നത്, ക്ലോസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, കൺട്രോൾ ഡയറത്തിൽ നമ്മൾ MCB വന്ന് നോക്കി മെയിൻ ആയിട്ടുള്ള ഇത് വരും. പിന്നെ സ്റ്റോപ്പ് ബട്ടനാണ് കൊടുക്കുന്നത്. ഈ സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആണ്. അതാണ് ഇവിടെ ഇങ്ങനെ നോർമലി ഇത് കോണ്ടാക്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നത്, നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ സപ്ലൈ MCB ഓൺ ആകുമ്പോൾ സപ്ലൈ ഇതിലേക്ക് കയറി വന്നോളൂ, സപ്ലൈ ഇങ്ങനെ കയറി വരും. ഓക്കെ, ഇനി ഈ ഡ്യുവൽ സ്റ്റാർട്ടറിനൊക്കെ നമുക്കറിയാം കോണ്ടാക്ടർ ഉണ്ട് അല്ലേ. കോണ്ടാക്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്, കോണ്ടാക്ടർ ഉണ്ട്. അതായത് നമ്മൾ ആ കോണ്ടാക്ടറിൽ തന്നെ അതിൻ്റെ 3 കോണ്ടാക്റ്റ് ആവശ്യമാണ് അല്ലേ. ഇപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറൊക്കെ 3 ഫേസ് ആണ്. അപ്പോൾ 3 കോണ്ടാക്റ്റ് ആവശ്യമാണ്. ഈ 3 കോണ്ടാക്റ്റും എന്ത് ചെയ്യും, ഒരുമിച്ച് ക്ലോസ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോണ്ടാക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലെവലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് കോണ്ടാക്ടേഴ്സ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലേക്ക് വരുത്തുക, കോണ്ടാക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കോണ്ടാക്ടർ കോയിലിലേക്ക് എനർജൈസ് ആകുമ്പോഴാണ് ഈ കോണ്ടാക്ട് 3 എന്ത് ചെയ്യുക, ഈ 3 ഫേസ് 3 ഫേസും എൻ്റെ കോണ്ടാക്ട് ക്ലോസ് ആവുന്നത്. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. ഇനി സ്റ്റോപ്പ് ബട്ടൺ വന്നു, ഇനി സ്റ്റാർട്ട്, ഇനിയുള്ളതാണ് സ്റ്റാർട്ട് ബട്ടൺ. ഈ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ ആണ്. അതെപ്പോഴാണ് നോർമലി ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെയും വരയ്ക്കാം, അല്ലെങ്കിൽ എന്താ നമുക്ക് ഈ രീതിയിലും വരയ്ക്കാം കേട്ടോ. പുഷ് ബട്ടൺ ഈ രീതിയിലും ഇങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെയും വരയ്ക്കാം കേട്ടോ. ഈ സ്വിച്ച് ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെ നോർമലി ഓപ്പൺ സ്വിച്ച് ഇങ്ങനെയും വരയ്ക്കാം. പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആവും. ഇവിടെ ഞാൻ ഇങ്ങനെ രീതിയിലാണ് വരച്ചതും കുഴപ്പമില്ല. അപ്പോൾ ഇത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ നോർമലി ഓപ്പൺ ആണ്. അതിന് പാരലായിട്ട് നമ്മളൊരു ഓക്സിലറി കോണ്ടാക്ട് കൊടുക്കുന്നുണ്ട്. ഈ ഓക്സിലറി കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ കോണ്ടാക്ടറിൽ തന്നെയുള്ള ഒരു കോണ്ടാക്റ്റ് ആണ്. ഈ കോണ്ടാക്ടറിൽ തന്നെയുള്ള 3 RYB എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോട്ടറിന് 3 ഫേസ് ആണ് ഉണ്ടാവുക അല്ലെ, RYB. ഈ 3 കോണ്ടാക്റ്റ് ആണ് എന്താവേണ്ടത്, ക്ലോസ് ആവേണ്ടത്. ഇനി 4ാമത് ഒരാളൂടെ ഉണ്ടാവും. ഈ 3 ക്ലോസ് ആകുമ്പോൾ അതേ ടൈമിൽ തന്നെ ക്ലോസ് ആകുന്ന 4ാമത് ഒരാളുണ്ടാവും. അതാണ് ഓക്സിലറി കോണ്ടാക്ട് എന്ന് പറയുന്നത്, ഓക്സിലറി കോണ്ടാക്ട്. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ കോണ്ടാക്ടർ കോയിൽ എനർജൈസ് ആവും അല്ലേ. ഈ സ്റ്റാർട്ട്, അപ്പോൾ ഇതിലുള്ള സപ്ലൈ ഇതിലേ കയറി, അല്ല ഇത് ക്ലോസ് ആവുന്ന സമയത്ത് ഇതിലേ കയറി കോണ്ടാക്ട് കോയിലെത്തും. ഈ കോയിലെത്തി കഴിഞ്ഞാൽ കോണ്ടാക്ടർ കോയിൽ എന്താവും, എനർജൈസ് ആവും. അപ്പോൾ ഈ 3 കോണ്ടാക്റ്റും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, ഒരു 3 സ്വിച്ച് ആയിട്ട് ഉണ്ടാവും, 3 കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ 4ാമതായിട്ട് ആക്സിലറി കോണ്ടാക്റ്റ് ഉണ്ടാവും. ഇതെന്ത് ചെയ്യും, ഈ കോണ്ടാക്ടർ കോയിൽ എനർജൈസ് ആവണം. എനർജൈസ് ആകുമ്പോൾ ഇതെന്താവും, ഇത് ഓപ്പൺ ആയിരിക്കും, അത് ക്ലോസ് ആവും. ഇത് 3ഉം ക്ലോസ് ആവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഓക്സിലറി കോണ്ടാക്റ്റും ക്ലോസ് ആവും. അപ്പോൾ ആ ഓക്സിലറി കോണ്ടാക്റ്റ് എവിടെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, സ്റ്റാർട്ട് ബട്ടന് പാരലായിട്ട് കൊടുത്തേക്കാണുണ്ട്, കൺട്രോൾ ഡയഗ്രത്തിൽ പാരലായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് കോണ്ടാക്ടർ കോയിൽ എനർജൈസ് ആവുകയും ഈ 4 കോണ്ടാക്റ്റും ക്ലോസ് ആവും. അപ്പോൾ 4 കോണ്ടാക്റ്റ് ക്ലോസ് ആകുമ്പോൾ ഇത് എങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്, മോട്ടറിലേക്കാണ്. മോട്ടർ സ്റ്റാർട്ട് ആവും. പക്ഷെ നമ്മൾ പ്രസ് ബട്ടണിൽ നിന്ന് കൈ എടുക്കുമ്പോൾ, അതായത് ഈ ഗ്രീൻ ബട്ടണിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആയി. അപ്പോൾ സപ്ലൈ ഇവിടെ വരില്ല, ഇവിടെ വരെ വരുള്ളൂ, ഇവിടെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഈ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഈ കോണ്ടാക്ടർ കോയിൽ എനർജൈസ് ആയപ്പോൾ ഈ ഓക്സിലറി കോണ്ടാക്റ്റും ക്ലോസ് ആയി. അപ്പോൾ ഈ കോണ്ടാക്റ്റ് ഇവിടെ ക്ലോസ് ആവും.
അപ്പോൾ ഈ സപ്ലൈ ഇതിലേ വരും, സപ്ലൈ ഇതിലേ വന്ന് ഇതിലേ കയറി ഇവിടെ എത്തും. ഈ കോണ്ടാക്ടറിലേക്ക്, ഇത് ഈ കോയിലിലേക്കുള്ള സപ്ലൈ ഇതുവഴി സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ കൈയെടുത്താൽ പിന്നെ ഇതിലേ വരാൻ പറ്റില്ല, പക്ഷെ ഇതിലേ വരും. ഓക്കെ, ഇതിലേ വരും. ഇനി നമ്മൾ മോട്ടർ സ്റ്റാർട്ടായി. അപ്പോൾ ഈ കോണ്ടാക്ടർ കോയിൽ എനർജൈസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കോണ്ടാക്ട് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. എപ്പോഴും ഇത് ഈ കോണ്ടാക്ട് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പോൾ മോട്ടർ ഓഫ് ആക്കണമെങ്കിൽ എന്ത് വേണം? ഈ കോണ്ടാക്ട് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കണമെങ്കിൽ ഈ കോണ്ടാക്ടർ കോയിൽ ഡി എനർജൈസ് ചെയ്യണം. ഈ കോണ്ടാക്ടർ കോയിൽ ഡി എനർജൈസ് ചെയ്യണം. അതായത് ഇതിലേക്കുള്ള സപ്ലൈ നിർത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റോപ്പ് ബട്ടൺ കണ്ടില്ലേ, ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. നോർമലി ക്ലോസ്ഡ് ആണ്, അതായത് റെഡ് ബട്ടൺ. അപ്പോൾ നമ്മൾ ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഇത് ഓപ്പൺ ആവും. ഈ നോർമലി ക്ലോസ്ഡ് എന്നുള്ള എന്താവും? ഓപ്പൺ ആവും. ഈ സ്റ്റോപ്പ് ബട്ടൺ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഈ സപ്ലൈ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇൻറ്ററപ്റ്റ് ചെയ്യും. സപ്ലൈ ഇവിടെ വെച്ച് ഓഫ്, ഇങ്ങോട്ട് പിന്നെ വരില്ല. അപ്പോൾ ഈ കോണ്ടാക്ടർ കോയിൽ ഡി എനർജൈസ് ആവും. അപ്പോൾ ഈ R/B കോണ്ടാക്ട് മൊത്തം എന്താവും? ഓപ്പൺ ആവും. അങ്ങനെ മോട്ടർ ഓഫ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ഡയഗ്രാം. ഈ കൺട്രോൾ ഡയഗ്രാം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലാഡർ പ്രോഗ്രാമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് സെയിം സാധനം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലാഡറിലേക്ക് ചെയ്യാണ്. എന്താണ്? ആദ്യം സ്റ്റോപ്പ് ബട്ടൺ അല്ലേ? സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. സ്റ്റോപ്പ് ബട്ടണും സ്റ്റാർട്ട് ബട്ടണും സീരീസ് ആയിട്ടാണ്. സ്റ്റോപ്പ് ബട്ടൺ നോർമലി ക്ലോസ്ഡ് ആണ്, സ്റ്റാർട്ട് ബട്ടൺ നോർമലി ഓപ്പൺ ആണ്. സ്റ്റാർട്ട് ബട്ടന് പാരലായിട്ട് എന്ത് വേണം? ഒരു ഓക്സിലറി കോണ്ടാക്ട് വേണം, ഒരു ഔട്ട്പുട്ട് വേണം, പിന്നെ കോണ്ടാക്ടർ കോയിൽ വേണം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ലാഡർ പ്രോഗ്രാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ലാഡർ ആവശ്യമാണ് അല്ലേ? ലാഡറിൻ്റെ രണ്ട് അറ്റത്ത് ഇങ്ങനെ ഓരോ ഇത് വേണം. അപ്പോൾ അത് നമുക്ക് വേണം ആദ്യം തന്നെ അങ്ങ് വരച്ചിടാം. ഓക്കെ, ഇനി എന്താ ആദ്യം ഇവിടെ എന്താ വരുന്നല്ലേ? ഇനി സ്റ്റാർട്ട് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും സീരീസ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത് ആദ്യം സ്റ്റോപ്പ് ബട്ടൺ ആദ്യം കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടാമത് കൊടുത്താലും കുഴപ്പമില്ല. സ്റ്റാർട്ട് ബട്ടണും ഇവിടെ നമുക്ക് കണ്ടില്ലേ, സ്റ്റാർട്ടും സ്റ്റോപ്പും സീരീസ് ആയിട്ടാണ് വരുന്നത് അല്ലേ? ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ സ്റ്റോപ്പ് ആദ്യം വേണേൽ കൊടുക്കാം. നമുക്ക് ഒരു കാര്യം, ഈ ഒരു സെക്ഷൻ ആദ്യം കൊടുക്കാം, സ്റ്റാർട്ട് ആദ്യം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആദ്യം കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിന് വേണ്ടി ഉപയോഗിച്ചത് ഏതാ? നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ആണ്. സ്റ്റാർട്ടിന് വേണ്ടി ഉപയോഗിച്ചത് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ആണ്. നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ്. ഓക്കെ, നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് കൊടുത്തു. ഇനി എന്താ വേണ്ടത്? ഇത് ഈ ക്യൂ എന്ന് പറയുന്നത് എന്താ? ഓക്സിലറി കോണ്ടാക്റ്റ്, അത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും പാരലായിട്ട്. ഇനി നമുക്ക് സ്റ്റോപ്പ് കൊടുക്കാം. അടുത്തത് ഇനി സ്റ്റോപ്പ് ബട്ടൺ കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റോപ്പ് ബട്ടൺ കൊടുക്കാം. സ്റ്റോപ്പ് എങ്ങനെയാണ്? നമുക്കറിയാം നോർമലി ക്ലോസ്ഡ് ആണ്. നോർമലി ക്ലോസ്ഡ് ആണ് വേണ്ടത്. അപ്പോൾ നോർമലി ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ ഉപയോഗിക്കണം. നോർമലി ക്ലോസ്ഡ് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി വേണ്ടത് ഔട്ട്പുട്ടാണ്. ഏതാ? ഈ ഓക്സിലറി കോണ്ടാക്റ്റിനുള്ള ഔട്ട്പുട്ട്. അത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വരയ്ക്കണം, ഔട്ട്പുട്ട്. ഇതിനെ നമുക്ക് I1 എന്ന് കൊടുക്കാം. I1 അതായത് ഒന്നാമത്തെ ഇൻപുട്ട് I1, ഇത് I2 എന്ന് കൊടുക്കാം. I2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടാണ്. I2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോപ്പാണ്. അപ്പോൾ അത് നമ്മളിവിടെ പറയണം എന്താന്നുള്ളത്. ഇതെന്താ? Q1 ആണ് അല്ലേ? Q1 ഔട്ട്പുട്ടാണ്. Q1 അതെന്താണ്? ഓക്സിലറി കോണ്ടാക്റ്റ് ആണ്. അത് നമുക്ക് പറയാം, ഓക്സിലറി കോണ്ടാക്റ്റ്. ഓക്സിലറി കോണ്ടാക്റ്റ് Q1. ഓക്കെ, ഇനി നോക്ക്, ഈ സ്റ്റാർട്ട് ബട്ടന് പാരലായിട്ട് തന്നെ ഈ ഓക്സിലറി കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് Q1 നമ്മൾ കൊടുത്തു. അത് എന്തിന് പാരലായിട്ട് വരുന്നുണ്ട്? സ്റ്റാർട്ട് ബട്ടന് പാരലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ പാരലായിട്ട് കൊടുക്കണം. ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ആയിട്ടാണ് നമ്മളിവിടെ ഇത് കാണിക്കേണ്ടത്.
Q1. അപ്പോൾ Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, I1 പാരലായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ I1 ഓപ്പൺ ആയി പോയാലും ഇതെന്ത് ചെയ്യും, ഇതിലൂടെ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ Q1 വേണം. ഈ Q2 എന്ന് പറയുന്നത് ഇതാണ് മെയിൻ കോൺടാക്റ്റിന്റെ കോയിൽ. ഇത് ഓൺ ആവണം. അതാണ് ഈ കോയിലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോയിൽ ഓൺ ആകുമ്പോഴാണ് മോട്ടർ ഓൺ ആവുന്നത്. ഈ Q2 എന്ന് പറയുന്ന കോയിൽ ഓൺ ആകുമ്പോഴാണ് എന്താവുന്നത്, മോട്ടർ ഓൺ ആവുന്നത്. ഈ കോയിൽ ഓൺ ആവണം. നമ്മളിത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ Q2 എന്ന് പറയുന്ന കോയിൽ ഓൺ ആവണം. അപ്പോൾ അത് നമ്മൾ അടുത്ത ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ Q1 ഇത് എന്താണ്, ഈ Q1 ഇത് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ Q1 എനർജൈസ് ആവും. അപ്പോൾ അതേ പേരിലുള്ള അടുത്ത ഇൻപുട്ട് നമ്മൾ എടുക്കുകയാണ്. Q1ന്റെ പേരിലുള്ള അതേ ഇൻപുട്ട് നമ്മൾ എടുക്കുകയാണ് ഇവിടെയും. Q1 എന്തിനാണിത്, ഈ Q1 ഓൺ ആയ ഉടനെ തന്നെ എന്ത് വേണം, ഈ കോണ്ടാക്ടർ കോയിൽ ഓൺ ആവണം. കോണ്ടാക്ടർ കോയിൽ ഓൺ ആവണം. ഓക്കെ, അപ്പോൾ അത് അടുത്ത ഔട്ട്പുട്ടാണ്. അത് അടുത്ത ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും അടുത്തൊരു ഔട്ട്പുട്ട് ആവശ്യമാണ്. Q2 എന്ന് രണ്ടാമത്തെ ഔട്ട്പുട്ട്. ഇതാണ് ശരിക്കും എന്ത്, കോണ്ടാക്ടർ കോയിൽ മെയിൻ കോയിലിലേക്കുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ഈ Q2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് PLC ഹാർഡ്വെയറിൽ ഉണ്ടാവും. അത് നമ്മൾ ഈ കോണ്ടാക്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, മോട്ടോർ ഓൺ ആവും. I2 സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, മോട്ടോർ ഓഫ് ആവും. ഓക്കെ, ഇതാണ് DOL ഡയറിന്റെ വയറിംഗ് ഡയറി. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും വയറിംഗ് ചെയ്തത് മൊത്തം നമ്മൾ എന്താക്കി, ഈ പ്രോഗ്രാമിലൂടെ ലാഡറിലേക്ക് ചെയ്തു. വയറിംഗ് മൊത്തം പ്രോഗ്രാമിലാണ്. ഇനി മോട്ടറിലേക്ക് പോകുന്ന എന്താ, അതിന്റെ ഈ കോണ്ടാക്ടറിലേക്ക് പോകുന്ന ഒരു വയർ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. കോണ്ടാക്ടർ കോയിലിലേക്ക്, ശരിക്കും കോണ്ടാക്ടർ കോയിൽ റിയൽ ആയിട്ടുണ്ട്. ആ കോയിലിലേക്ക് പോകുന്ന ഒരു വയർ മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ പ്രോഗ്രാമിന്റെ ഉള്ളിലാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യും. അപ്പോൾ ഈ I1 എന്ന് പറയുന്നതിലേക്ക് സ്റ്റാർട്ട് ബട്ടൺ കണക്ട് ചെയ്തിട്ടുണ്ടാവും. I1 എന്ന് പറയുന്ന ഇവിടെ റിയൽ ആയിട്ടൊരു PLC ഉണ്ടാവും. ഇപ്പോൾ റിയൽ ആയിട്ട് PLC ഹാർഡ്വെയർ ഇങ്ങനെ ഉണ്ടാവും. അതിനകത്ത് ഇപ്പോൾ I1 ഇങ്ങനെ I2 എന്ന് പറയുന്ന ഇൻപുട്ട് ഇങ്ങനെ ടെർമിനൽസ് ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ ഔട്ട്പുട്ട് ടെർമിനൽസ് ഉണ്ടാവും. Q1, Q2, Q3 എന്ന് പറയുന്ന ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ I1ലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പുഷ് ബട്ടൺ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാർട്ട് എന്ന് പറയുന്നത്. I2ലേക്ക് സ്റ്റോപ്പിന്റെ പുഷ് ബട്ടൺ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. Q2 ഇവിടെ Q2 അല്ല കോയില്. Q2 എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കോണ്ടാക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. കോണ്ടാക്ടർ കോയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ആവും. അപ്പോൾ Q1 എനർജൈസ് ആവും. ഈ Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. റിയൽ ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ഇത് ഇതിൻ്റെ ഉള്ളിൽ വിർച്വലായിട്ട് മാത്രമേ ഉള്ളൂ. Q1 എനർജൈസ് ആവും. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കൈ എടുത്താലും Q1 ഇതിലൂടെ ഇത് ക്ലോസ് ആയിരിക്കുന്നുണ്ടാവും. Q1 ഓൺ ആകുമ്പോൾ ഇത് ഓൺ ആവും, അതായത് ക്ലോസ് ആവും. അപ്പോൾ ഇതിലെ സപ്ലൈ വന്ന് ഇത് എപ്പോഴും ഇങ്ങനെ ഓണായി തന്നെ ഇരിക്കും. Q1 ഓൺ ആവുന്ന അതേ സമയത്ത് തന്നെ എന്താവും, ഇത് Q1 എന്ന് പറയുന്ന ഇൻപുട്ട് സ്വിച്ചിലൂടെ Q1ന്റെ പേരുള്ള ഇൻപുട്ട് സ്വിച്ച് നമ്മൾ എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, Q2ലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Q1 ഓൺ ആവുന്ന അതേ സമയത്ത് എന്ത് ചെയ്യും, Q2 ഓൺ ആവും. Q2 ആണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്, ഇത് Q2 ആയിരിക്കും അല്ലേ. ഇപ്പൊ ഇത് ഹാർഡ്വെയറിൽ ഇത് ആക്ച്വലി Q2 എന്ന് പറയുന്ന ടെർമിനലായിരിക്കും. ആ Q2 ആയിരിക്കും നമ്മൾ എങ്ങോട്ട് കൊടുത്തത്, കോണ്ടാക്ടറിലേക്ക്, അതായത് മോട്ടറിന്റെ കോണ്ടാക്ടറിലേക്ക്. അപ്പോൾ മോട്ടറിന്റെ കോണ്ടാക്ടർ ഓൺ ആവും. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടർ ഓൺ ആവും. ഇനി നമുക്ക് മോട്ടർ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് എന്ന് പറയുന്നത്, ഇവിടെ റെഡ് പ്രസ് ബട്ടൺ ഉണ്ടാവും അല്ലേ. ഇവിടെ റെഡ് ഇവിടെ ഇപ്പോൾ റെഡ് പ്രസ് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഈ റെഡ് പ്രസ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ I2 എന്ന് പറയുന്നത് എന്താവും, I2ലേക്കാണ് ഈ റെഡ് പ്രസ് ബട്ടൺ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് I2. അപ്പോൾ I2 ഓപ്പൺ ആവും. I2 ഓപ്പൺ ആകുമ്പോൾ Q1 എന്നുള്ള ഡി എനർജൈസ് ആവും. അപ്പോൾ ഇതും ഡി എനർജൈസ് ആവും. ഇത് ക്ലോസ്ഡ്, നിലവിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഡി എനർജൈസ് ആവും. അപ്പോൾ ഇത് ഓപ്പൺ ആയി പോകും. Q1ന്റെ പേരിലുള്ള ഈ സ്വിച്ച് ഓപ്പൺ ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, Q2 ഓഫ് ആവും. Q2 ഓഫ് ആവും എന്ന് പറയുമ്പോൾ ഈ കോണ്ടാക്ടർ കോയിൽ, ഇവിടെയുള്ള ഈ കോണ്ടാക്ടർ കോയിൽ ഡി എനർജൈസ് ആവും. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത മോട്ടർ, ഇവിടെയായിട്ട് കണക്ട് ചെയ്ത മോട്ടർ എന്ത് ചെയ്യും, ഓഫ് ആവും. വീണ്ടും നമ്മൾ ഇവിടെ റെഡ് പുഷ് ബട്ടൺ ഉണ്ടാവും അല്ലേ. റെഡ് പുഷ് ബട്ടൺ ഉണ്ട്.
ഇവിടെ റെഡ് പുഷ് ബട്ടൺ ഉണ്ട് അല്ലേ, അല്ല സോറി ഗ്രീൻ പുഷ് ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ, ഇതാണ് I1, ഇത് I1ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, I1ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ I1 ക്ലോസ് ആവും, ഈ പ്രോഗ്രാമിലുള്ള I1 ക്ലോസ് ആവും. I2 ഓൾറെഡി ക്ലോസ് ആണ്, Q1 എനർജൈസ് ആവും. പിന്നെ I1 നമ്മൾ കൈയെടുത്താലും ഗ്രീൻ ബട്ടണിന് കൈയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ I1 ഓപ്പൺ ആയി പോകും. അപ്പം എന്നാലും പ്രശ്നമില്ല, ഇതുവഴി എന്ത് ചെയ്യും, സപ്ലൈ ഇവിടത്തേക്ക് കിട്ടും. ഈ Q1 ഓൺ ആയി കഴിഞ്ഞാൽ ഉടനെ Q1ന്റെ പേരുള്ള ഇൻപുട്ട് സ്വിച്ച് ഇവിടെ ഉണ്ട്, ഇത് ക്ലോസ് ആവും. ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ Q2 ഓൺ ആവും. Q2 നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, Q2 എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്, കോണ്ടാക്ടർ കോയിലേക്ക്. അപ്പോൾ കോണ്ടാക്ടർ ഓൺ ആവും, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടർ ഓൺ ആവും. ഇങ്ങനെയാണ് DOL സ്റ്റാർട്ടറിൻ്റെ ലാഡർ പ്രോഗ്രാം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, റിയലായിട്ട് നമുക്ക് ഒരുപാട് വയർ ആവശ്യമാണ് എന്ത് DOL സ്റ്റാർട്ടർ ചെയ്യാൻ. പക്ഷേ PLC വെച്ച് ചെയ്യുമ്പോൾ ഇൻപുട്ടിലേക്കുള്ള ഈ 2 വയറും പിന്നെ ഔട്ട്പുട്ടിലേക്കുള്ള ഈ ഒരു വയറും മാത്രം, ടോട്ടലി 3 വയർ അല്ലേ, 3 വയറിൽ കാര്യം നടക്കും. അത്ര ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ DOL അപ്പോൾ 80% വയറിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറിയ DOL സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഒരു PLC വാങ്ങി വെക്കാൻ നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ സിമെൻസിൻ്റെ ഒക്കെയാണ് 20,000 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി DOL സ്റ്റാർട്ടിന് വേണ്ടി ഇത് വെക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ PLC ഉപയോഗിച്ച് എങ്ങനെ DOL സ്റ്റാർട്ടർ വെക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇതാണ് DOL സ്റ്റാർട്ടർ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ പഠിക്കാം. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും പുഷ് ബട്ടൺ സ്വിച്ചസാണ് ഉപയോഗിക്കുക. PLC അനുബന്ധമായ എല്ലാ കാര്യങ്ങളിലും പുഷ് ബട്ടൺ സ്വിച്ച് ഉപയോഗിക്കുക. അല്ലാതെ നമ്മുടെ വീട്ടിൽ ഫാനും ബൾബ് ഓൺ ആക്കാൻ ഉപയോഗിക്കുന്ന ബട്ടൺ സ്വിച്ച് അല്ല, പുഷ് ബട്ടൺ സ്വിച്ച് ഉപയോഗിക്കുക. അപ്പോൾ പുഷ് ബട്ടൺ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു പുഷ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ സിഗ്നൽ വരൂ, അപ്പോൾ മാത്രമേ ഇത് ക്ലോസ് ആവുള്ളൂ. അത് കൈ എടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആയി പോകും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു പാരൽ പാത്ത് എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ ഒരു പാരലായിട്ടുള്ള പാത്ത് എപ്പോഴും ഈ PLCയിലെ പ്രോഗ്രാമിൽ ലാഡർ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കും. കാരണം എന്താ, നമ്മൾ ഇതിനകത്തേക്ക് പുഷ് ബട്ടൺ സ്വിച്ചാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കാരണം. അപ്പോൾ നമ്മൾ പുഷ് ബട്ടൺ സ്വിച്ചിൽ പ്രസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഓഫായി പോകരുത്. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു പാരൽ പാത്ത് എപ്പോഴും ഉണ്ടാവും കേട്ടോ, എപ്പോഴും ഒരു പാരൽ പാത്ത് ഉണ്ടാവും.